ഹായ് എവ്രി വൺ, വെൽക്കം ടു ഫാന്റാസ്റ്റിക് ട്രാവൽ പ്ലാൻ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കശ്മീർ യാത്രയെക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. സോ ലെറ്റ്സ് ബിഗിൻ ദ വീഡിയോ. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് കശ്മീർ ഒരു സേഫ് ആയിട്ടുള്ള പ്ലേസ് ആണോ ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ദി ആൻസർ ഇസ് യെസ്. ടൂറിസ്റ്റുകൾക്ക് അത്യാവശ്യം സേഫ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് കശ്മീർ എന്ന് പറയുന്നത്. പിന്നെ ഏതൊരു നാട്ടിലുമുള്ള പോലത്തെ കുറച്ച് ലോക്കൽ ഇഷ്യൂസ് ഒഴിച്ചു കഴിഞ്ഞാൽ ജനറലി കശ്മീർ ഇസ് എ വെരി സേഫ് പ്ലേസ് ടു ട്രാവൽ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കശ്മീർ വിസിറ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം എപ്പോഴാന്നുള്ളതാണ്. ആൻഡ് ദി ആൻസർ ഇസ് മാർച്ച് ടു ഒക്ടോബർ. പിന്നെ നിങ്ങൾ പീക്ക് ആയിട്ടുള്ള വിന്റർ സീസൺ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡിസംബർ തൊട്ട് ഫെബ്രുവരി വരെയുള്ള ടൈം ആയിരിക്കും ഐഡിയൽ എന്ന് പറയുന്നത്. പിന്നെ ഗുൽമാർഗ്, പെഹൽഗാം പോലത്തെ സ്ഥലത്ത് ഭയങ്കരമായിട്ടുള്ള സ്നോഫോൾ ഉള്ള ടൈം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം ട്രാവൽ പ്ലാൻ ചെയ്യാനായിട്ട്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കശ്മീർ ട്രിപ്പ് പ്ലാൻ ചെയ്യാനായിട്ട് എത്ര ദിവസം വേണം എന്നുള്ളതാണ്. ഐഡിയലി ഒരു 5 to 7 days മതി നമുക്ക് ശ്രീനഗർ, ഗുൽമാർഗ്, പെഹൽഗാം ഒക്കെ കവർ ചെയ്യാനായിട്ട്. നിങ്ങൾ കുറച്ചുകൂടെയും എക്സ്പീരിയൻസും അവിടുത്തെ ആക്ടിവിറ്റീസും ഒക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെയും ദിവസങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യാം. സോ ഒരു 10 to 14 days ദ ഹോൾ കശ്മീർ എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് മതിയാവും. കശ്മീർ വിസിറ്റ് ചെയ്യാനായിട്ട് എന്തെല്ലാം എസെൻഷ്യൽ ഡോക്യുമെന്റ്സ് വേണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള ഒരു വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫ്, പിന്നെ ട്രാവൽ ഇൻഷുറൻസ് ഡോക്യുമെന്റ്സ്, പാസ്പോർട്ട്, അതുപോലെ തന്നെ നിങ്ങൾ ലഡാക്ക്, കാർഗിൽ പോലത്തെ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പെർമിറ്റ് നമുക്ക് വേണ്ടി വരും. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കശ്മീരിന്റെ സർട്ടൻ ഏരിയാസ് വിസിറ്റ് ചെയ്യാനായിട്ട് പെർമിറ്റ് വേണോ എന്നുള്ളതാണ്. ലഡാക്ക്, കാർഗിൽ, പൂഞ്ച് പോലത്തെ സ്ഥലങ്ങൾ നമുക്ക് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെർമിറ്റ് അത്യാവശ്യമാണ്. അത് അവിടുത്തെ ലോക്കൽ അതോറിറ്റീസിന്റെ കയ്യിൽ നിന്ന് നമുക്ക് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ട്രാവൽ ഏജന്റ് വഴി കിട്ടുന്നതാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികളുമായിട്ട് കശ്മീർ സേഫ് ആയിട്ടുള്ള സ്പേസ് ആണോ ട്രാവൽ ചെയ്യാൻ, എന്തൊക്കെ ഹെൽത്ത് പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ളതാണ്. സോ ജനറലി നല്ല ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ നടത്തി നിങ്ങൾ ഡോക്ടറിനെയൊക്കെ കൺസൾട്ട് ചെയ്ത് ഹെൽത്ത് കണ്ടീഷനൊക്കെ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തുക. ഇനി റെസ്പിറേറ്ററി കണ്ടീഷനൊക്കെ ഉള്ള ആൾക്കാരാണ്, എന്തെങ്കിലും ആസ്മ പോലത്തെ ഡിസീസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെഡിക്കേഷനും കാര്യങ്ങളും എടുത്തിട്ട് നല്ല വിൻ്റർ വെയർ ഒക്കെ യൂസ് ചെയ്ത് കശ്മീർ ആ സമയത്ത് ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ് വിൻ്റർ സീസണിൽ. ആൻഡ് ഈ കാര്യങ്ങളൊക്കെ കുഞ്ഞു കുട്ടികൾക്കും ബാധകമാണ്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് കശ്മീർ ട്രിപ്പിന് മുന്നേ ഉള്ള കാര്യങ്ങളാണ്, അതിൻ്റെ പ്രിപ്പറേഷൻ റിലേറ്റഡ് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി കശ്മീർ എങ്ങനെ എത്താം, അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകും. ഹൗ ഡു ഐ റീച്ച് ശ്രീനഗർ? നിങ്ങൾ ഫ്ലൈറ്റ് ആണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ ശ്രീനഗർ എയർപോർട്ട് എത്തിയിട്ട് അവിടുന്ന് കശ്മീർ എക്സ്പ്ലോർ ചെയ്യാം. നിങ്ങൾ ട്രെയിൻ ആണ് ബുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജമ്മു തവി റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ ബുക്ക് ചെയ്തിട്ട് അവിടുന്ന് നിങ്ങൾക്ക് കശ്മീർ എക്സ്പ്ലോർ ചെയ്യാം. നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ജമ്മു ടു ശ്രീനഗർ 250 കിലോമീറ്റേഴ്സ് ഉണ്ട്, ഒരു 8 hour ജേർണിയും വരും. ഇനി നിങ്ങൾ ബസ്സോ ടാക്സിയോ ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിയർ ബൈ സിറ്റീസ് ആയിട്ടുള്ള ജമ്മുന്നോ ഡൽഹിന്നോ ബസ്സോ ടാക്സിയോ ബുക്ക് ചെയ്തിട്ട് നമുക്ക് കശ്മീർ എത്താം, എന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാം. കേരളത്തിൽ നിന്ന് കശ്മീരിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ട്രെയിൻസ് അവൈലബിൾ ആണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. വീക്ക്ലി വൺസ് ട്രിവാൻഡ്രത്ത് നിന്ന് ജമ്മു വരെയുള്ള ഹിമസാഗർ എക്സ്പ്രസ് നമുക്ക് അവൈലബിൾ ആണ്. ഒരു കാര്യം നോട്ടീസ് ചെയ്യേണ്ടത്, നമ്മൾ ജമ്മു എത്തിയിട്ട് അവിടുന്ന് പിന്നെ ശ്രീനഗറിലേക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും. അടുത്ത വർഷം ജമ്മു ടു ശ്രീനഗർ റെയിൽ പ്രോജക്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് ഡയറക്റ്റ് ശ്രീനഗറിലേക്ക് ട്രെയിൻ ബുക്ക് ചെയ്ത് ട്രാവൽ ചെയ്യാം. അഥവാ ഇനി ഈ ട്രെയിൻ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് ഡൽഹിയിലേക്ക് ഒരു ട്രെയിൻ ബുക്ക് ചെയ്യാം, അവിടുന്ന് ജമ്മുവിലേക്ക് അടുത്ത ട്രെയിൻ ബുക്ക് ചെയ്ത് കശ്മീർ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. കശ്മീരിൽ പ്രധാനമായും കാണേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഗുൽമാർഗ്, സോൻമാർഗ്, ശ്രീനഗർ ആൻഡ് പെഹൽഗാം. ഇതാണ് കാശ്മീരിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. ഈ ഓഫ് ബീറ്റ് സ്ഥലങ്ങളായിട്ടുള്ള ദൂദ് പത്രി, ഷോപ്പിയാൻ, ഗുറേസ് വാലി, ഇതൊക്കെ നിങ്ങളുടെ ട്രാവൽ ആൻഡ് ഡ്യൂറേഷനൊത്ത് നിങ്ങളുടെ ഐറ്റിനറിയിലേക്ക് ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. കശ്മീർ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് എന്തെല്ലാമാണ്? നിങ്ങൾ വിന്റർ സീസണിലാണ് പോകുന്നതെങ്കിൽ ദാൽ ലേക്കിലെ ഷിക്കാര റൈഡ്, സ്കീയിങ്, ട്രഡീഷണൽ സ്ലെഡ്ജിങ്, അതുപോലെ തന്നെ ATV കാർ റൈഡും എക്സ്പീരിയൻസ് ചെയ്യാം. നിങ്ങൾ സമ്മർ ഓട്ടം സീസണിലാണ് പോകുന്നതെങ്കിൽ ഗൊണ്ടോള കേബിൾ കാർ റൈഡ്, പിന്നെ ABC വാലി വിസിറ്റ്, അതായത് ആരു, ബേതാം, ചന്ദൻവാരി വാലി വിസിറ്റ്, അവിടുത്തെ ഹോഴ്സ് ബാക്ക് റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ആപ്പിൾ സാഫ്രൺ പിക്കിങ്ങും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി കശ്മീർ നിങ്ങൾ ഏത് സമയത്ത് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ദാൽ ലേക്കിലെ ഷിക്കാര റൈഡും അതുപോലെ തന്നെ ഗൊണ്ടോള കേബിൾ കാർ റൈഡും പിന്നെ ട്രഡീഷണൽ വില്ലേജ് വിസിറ്റുകളും ചെയ്യാവുന്നതാണ്. കശ്മീർ നിങ്ങൾ പോകുമ്പോൾ, എസ്പെഷ്യലി വിന്റർ സീസണിൽ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ട ഡ്രസ്സുകൾ എന്തൊക്കെയാണ്? ബേസിക് ആയിട്ട് വിന്റർ പ്രൊട്ടക്ഷൻ വെയർ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഇതിൽ ജാക്കറ്റ്സ്, നല്ല ക്യാപ്പുകൾ, തെർമൽസ്, അതുപോലെ തന്നെ നല്ല സെറ്റ് ഓഫ് ഷൂസ് ഉൾപ്പെടും. ഇനി അവിടെ പോയിട്ട് സ്നോ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഉള്ള സ്പോർട്സ് വെയർ, അത് നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യേണ്ട കാര്യമില്ല, അവിടെ നമുക്ക് റെന്റ് ഔട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ കുട്ടികളുമായിട്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ അനുസരിച്ച് ലെയേഴ്സ് ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മങ്കി ക്യാപ്പുകളും വുളൻ ഗ്ലൗസും സോക്സും മസ്റ്റായിട്ട് കയ്യിൽ കരുതാനായിട്ട് ശ്രദ്ധിക്കുക. കശ്മീർ യാത്രയിൽ
ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? നിങ്ങൾ വിന്റർ സീസണിലാണ് പോകുന്നതെങ്കിൽ റൂം ഹീറ്റേഴ്സും അതിനൊത്ത് പവർ ബാക്കപ്പും അവൈലബിൾ ആയിട്ടുള്ള ഹോട്ടൽസ് ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. കാരണം ഈ സമയത്ത് അവിടുത്തെ എല്ലാ ഹോട്ടൽസിലെയും റൂം ഹീറ്റേഴ്സും മറ്റ് അപ്ലയൻസുകളുടെയും ഉപയോഗം വളരെ കൂടുതലായിരിക്കും. ആൻഡ് ഇതിനൊത്തുള്ള ഇലക്ട്രിസിറ്റി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പവർ ഷട്ട് ഡൗൺ എല്ലാ രാത്രികളിലും അവിടെ കോമൺ ആണ്. നമ്മൾ കേരളത്തിൽ നിന്നാണ് പോകുന്നതെങ്കിൽ ഈ തണുപ്പ് ആ സമയത്ത് അവിടെ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾ ഹോട്ടൽസ് ബുക്ക് ചെയ്യുമ്പോൾ റൂം ഹീറ്റേഴ്സും അതിനൊത്ത് പവർ ബാക്കപ്പും അവൈലബിൾ ആയിട്ടുള്ള 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടൽസ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കശ്മീരിൽ അവൈലബിൾ ആയിട്ടുള്ള ഇന്റേണൽ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടുകൾ എന്തൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി ഊബർ, ഓല പോലത്തെ ഓൺലൈൻ ടാക്സി ബുക്കിംഗ് സർവീസസ് അവിടെ അവൈലബിൾ അല്ല. പക്ഷേ ടാക്സികൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഇവിടുന്ന് പ്രീ ബുക്ക് ചെയ്ത് പോകാവുന്നതാണ്. പിന്നെ ബസ്, റിക്ഷ, അതുപോലെ തന്നെ ഷെയർ ടാക്സി പോലത്തെ ട്രാൻസ്പോർട്ടുകളും അവിടെ അവൈലബിൾ ആണ്. കശ്മീരിൽ വെഹിക്കിൾസ് റെന്റ് ഔട്ട് ചെയ്യാൻ പോസിബിൾ ആണോ? ദി ആൻസർ ഇസ് യെസ്. അവിടെ 2 വീലേഴ്സും 4 വീലേഴ്സും നമുക്ക് നല്ല ഡീലേഴ്സിനെ നോക്കി റെന്റ് ഔട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ തനിയെ അവിടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ മിലിറ്ററി റെസ്ട്രിക്റ്റഡ് ഏരിയാസ് ഒന്നും നമുക്ക് അറിവുണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ ക്ലൈമറ്റ് ആൻഡ് റിലേറ്റഡ് ഫാക്ടേഴ്സ് മൂലം ചിലപ്പോൾ നമ്മൾ റോഡ് ക്ലോഷേഴ്സും അവിടെ ഫേസ് ചെയ്യും. നമ്മൾ തനിയെ അവിടെ വണ്ടി ഓടിച്ച് എക്സ്പ്ലോർ ചെയ്യാനാണ് നോക്കുന്നതെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രം വെഹിക്കിൾ റെന്റ് ഔട്ട് ചെയ്യുക. കശ്മീരിൽ ATMസും UPI സർവീസുകളും അവൈലബിൾ ആണോ? ദി ആൻസർ ഇസ് യെസ്. അവിടെ ATMസും അതുപോലെ തന്നെ UPI സർവീസുകളും അവൈലബിൾ ആണ്. പിന്നെ ചെറുതായിട്ടൊരു നെറ്റ്വർക്ക് ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ കുറച്ച് കാശ് കയറുന്നത് തെറ്റില്ല. കശ്മീരിൽ പ്രീപെയ്ഡ് സിംസ് വർക്ക് ആകുമോ? ദി ആൻസർ ഇസ് നോ. സെക്യൂരിറ്റി റീസൺസ് കാരണം അവിടെ പോസ്റ്റ് പെയ്ഡ് സിംസ് മാത്രമേ വർക്ക് ആവുള്ളൂ. സോ നിങ്ങൾ കശ്മീർ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് BSNLന്റെ ഒരു പോസ്റ്റ് പെയ്ഡ് സിം എടുത്ത് കയ്യിൽ വെച്ചിട്ട് ട്രാവൽ ചെയ്യാവുന്നതാണ്. കശ്മീരിൽ നിങ്ങൾ പോകുമ്പോൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട ഡെലിക്കസീസ് എന്തൊക്കെയാണ്? ആദ്യമായിട്ട് നിങ്ങൾ കാവാ ചായ് ട്രൈ ചെയ്യണം. ഇതൊരു ഗ്രീൻ ടീ ആണ് ആൻഡ് ഇറ്റ്സ് ട്രഡീഷണലി വെരി ഇമ്പോർട്ടൻറ്റ്. കുറച്ചധികം ഹെർബ്സും സാഫ്രനും ഒക്കെ യൂസ് ചെയ്തുണ്ടാക്കുന്ന ഒരു ചായയാണ് കാവാ ചായ് എന്ന് പറയുന്നത്. ഇത് കശ്മീരീസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടെയാണ്. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്യേണ്ടതാണ് നൂൺ ചായ്. നൂൺ ചായ് എന്ന് പറയുന്നത് സോൾട്ട് ഫ്ലേവേർഡ് ടീ ആണ് ആൻഡ് ദിസ് ഇസ് പിങ്ക് ഇൻ കളർ. പിന്നെ നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ മട്ടൺ റോഗൻ ജോഷ്. പിന്നെ അതുപോലെ തന്നെ ട്രഡീഷണൽ കശ്മീരി ഫീസ്റ്റ് ആയിട്ടുള്ള വസ്വാനം നിങ്ങൾ ട്രൈ ചെയ്യുക. ഇത് നോൺ വെജിറ്റേറിയൻ ഫീസ്റ്റ് ആണ്. നിങ്ങൾ വെജിറ്റേറിയൻ ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദം ആലു ആസ് വെൽ. കശ്മീരിൽ ടുലിപ്പ് ഫെസ്റ്റിവൽ എപ്പോഴാണ് നടക്കുന്നത്? മാർച്ച് ഏപ്രിൽ സമയത്താണ് ഈ ഫെസ്റ്റിവൽ അവിടെ നടക്കുന്നത്. ആൻഡ് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ടുലിപ്പ് ഗാർഡനിലാണ് ഈ ഫെസ്റ്റിവൽ ഉണ്ടാവുന്നത്. സോ ഇത് ഏഷ്യയിലെ ലാർജസ്റ്റ് ടുലിപ്പ് ഗാർഡൻ കൂടെയാണ്. സോ ഈ സമയത്ത് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കശ്മീർ യാത്രയെക്കുറിച്ചുള്ള ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു എന്ന് കരുതുന്നു. നിങ്ങളുടെ മനസ്സിൽ കശ്മീർ യാത്രയെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ഓൾസോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഫോർ മോർ ഇൻട്രസ്റ്റിംഗ് വീഡിയോ സബ്സ്ക്രൈബ് ടു ഫാന്റാസ്റ്റിക് ട്രാവൽ പ്ലാൻ.